ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റപ്പാലം കയറംപാറയിൽ വീടിന്റെ വാതിൽ പൊളിച്ച് വയോധികയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു. ഒറ്റപ്പാലത്ത് വീണ്ടും മോഷണം. കയറംപാറ പാലപ്പുറം റെയിൽവേ ക്രോസിന് സമീപത്തെ വീട്ടിൽ അതിക്രമിച്ചു കയറി വയോധികയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല മോഷ്ടിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കയറംപാറയിലെ കുന്നത്ത് വീട്ടിൽ പാഞ്ചാലി 76, മകൾ ഇന്ദിര 54 താമസിക്കുന്ന വീട്ടിൽ മോഷണം നടന്നത്. ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് അജ്ഞാതൻ വീട്ടിൽ അതിക്രമിച്ചു കയറി ഏകദേശം 1 പവനോളം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. മകൾ ഇന്ദിര മോഷ്ടാവിന്റെ പിന്നാലെ ഓടിയെങ്കിലും പ്രതി രക്ഷപ്പെട്ടു. ഉടൻ ഒറ്റപ്പാലം പോലീസിൽ വിവരം അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു എന്ന് ഒറ്റപ്പാലം നഗരസഭ 23-ാം വാർഡിലെ മുൻ കൗൺസിലർ മായ പറഞ്ഞു. ഇന്ന് പുലർച്ചയോടുകൂടെ ഒരു വീട്ടിലെ അമ്മയും മകളും മാത്രം താമസിക്കുന്ന കുന്നത്ത് പാഞ്ചാലി എന്ന് പറയുന്ന ഈ അമ്മയും അവരുടെ മകളും മാത്രം താമസിക്കുന്ന ഈ വാർഡിൽ ഈ വീട്ടിൽ നിന്ന് ഒരാൾ അതിക്രമിച്ച് കയറിയിട്ട് മാല കഴുത്തുനിന്ന് അമ്മയുടെ കഴുത്തിലത്തെ 1 പവനോളം വില വരുന്ന മാല പൊട്ടിച്ചിട്ട് ഓടിയിരിക്കുകയാണ്. അവരുടെ മകള് കുറച്ച് ദൂരം പിന്നാലെ ഓടിയെങ്കിലും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പുറത്ത് ശബ്ദം കേട്ട് പന്നിയോ മറ്റോ ആണെന്ന് കരുതി ടോർച്ചെടുത്ത് നോക്കുമ്പോഴേക്കും പ്രതി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി മാല പൊട്ടിച്ച് ഓടിപ്പോയതായാണ് പരാതിക്കാർ പറയുന്നത്. ടോർച്ചടിച്ച് നോക്കിയതാണ്. അപ്പോൾ അയാൾ വാതിലൊരൊറ്റ ചവിട്ടിയിട്ടുണ്ട്. പൊളിച്ച് ഉള്ളിൽ കിടന്നിട്ട് കഴുത്തിലത്തെ മാല പൊട്ടിച്ചിട്ട് ഓടി. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടിരുന്നുവെന്ന് അയൽവാസി പ്രശാന്ത് പറഞ്ഞു. ഇവരുടെ നിലവിളി കേട്ടിട്ട് ഞാൻ ഓടി വന്നതാണ്. അപ്പോഴേക്കും കള്ളൻ ഡോർ ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് റെയിലിൻ്റെ അങ്ങോട്ട് ഓടി. ഇവർ പിന്നാലെ ഓടിയിരിക്കണം. കള്ളനെ കണ്ടില്ല, പക്ഷേ ഞാൻ റെയിലിൽ കൂടെ ഒരുപാട് നേരം ഓടി. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നത്. എൻ്റെ പിന്നെ സ്ത്രീകളെയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഫോൺ വിളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് വന്നു ചെക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്തായാലും അവരുടെ വേറെ ആരും ഇല്ല വീട്ടിൽ, ഇവർ 2 പേരേ ഉള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.